വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മളിവിടെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ രാവിലെ തന്നെ നേരെ കിച്ചണിൽ വന്നിങ്ങാണ്ട് ദോശമാവ് പുളിച്ചിക്കണമെന്നാണ് കേട്ടോ നോക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കിച്ചണിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ഡേ തന്നെ പോകുന്നു അറിയില്ലേ. അപ്പോൾ അതാ ഇന്ന് എന്തായാലും ഡേ കംപ്ലീറ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ. അത്ര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല പോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നത്, മറന്നുപോയിന്നേ. പിന്നെ ഞാൻ അതെടുത്ത് അരച്ചിക്കണത് ഒരു 10:30 ആ ഒരു ടൈമിലാണ് കേട്ടോ. എന്നിട്ട് പോലും നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, ഇനി തണുപ്പ് എങ്ങാനും അടിച്ച് പൊങ്ങാണ്ടിരിക്കുമോ എന്നൊക്കെ. എന്നാൽ ചൂടും ഉണ്ടല്ലോ തണുപ്പും ഉണ്ട്, രണ്ടും ഒരുപോലെ തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും മാഷാല്ലാ നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അത് ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ആ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജഗ്ഗിനെ പറ്റി ഇപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് മണ്ണാർക്കാടുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്, ഇത് പൊട്ടുമോ ഗ്ലാസ് അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇല്ല കേട്ടോ, നമ്മൾ ഈ എന്താ പറയുക കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ അവിടെ പലതരത്തിലുള്ള ചായകളൊക്കെ നിരത്തി വെച്ചിട്ടില്ലേ, അങ്ങനെയാണ് കേട്ടോ ഞാനും ആദ്യമായിട്ട് ഈ ഒരു പോട്ട് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഗ്ലാസിൻ്റെ പാത്രം. നമ്മളല്ല കേട്ടോ, ഞാനായിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ ഗ്ലാസിൻ്റെ പാത്രം ഇങ്ങനെ ഗ്യാസുമ്മ വെച്ച് കത്തിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കപ്പോൾ വലിയ കൗതുകമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോസ് കൂടെയൊക്കെ കാണാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒന്ന് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ നമ്മളുടെ വീടിരിക്കലിൻ്റെ ടൈമിന് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നമ്മളുടെ പൂ പോലത്തെ ദോശകൾ ചുട്ടെടുക്കാൻ പറ്റിയിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. എത്ര ചുട്ടാലും മതി വരില്ല എന്നൊക്കെ പറയില്ലേ. ഇന്നലെയാണെങ്കിൽ അതിനും വേണ്ടിയിട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ദോശ ചുട്ടിട്ട് കിട്ടായിട്ട്. അപ്പോൾ തേങ്ങ ചേർത്താൽ മതി അങ്ങനെ അരി അരക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു അരിക്ക് പശ കൂടുതലായിരുന്നു. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, റേഷൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു. പച്ചരിയും വെള്ളരിയാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അരിയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിനിടയ്ക്ക് ചായയുടെ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തുങ്ങാണ്ട് ഇനിയിപ്പോൾ അത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ദോശ ചുടൽ ഇവിടെ നല്ല ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈമില്ലേ ഒരു 6:30 ആവുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പീരിയഡ്സ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 6 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5:30 ആ ഒരു ടൈമിൽ എണീക്കാറുണ്ട്. ആ ഒരു സമയത്താണല്ലോ ബാങ്കും. അപ്പോൾ ആ സമയത്ത് ഉണർന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ എണീച്ച് വന്നിട്ടുള്ളത് 6 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ ദോശയൊക്കെ ഓരോന്നായിട്ട് ചുട്ടെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഞാൻ തലേദിവസം കിടക്കുമ്പോൾ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നൊക്കെ പണികൾ പെട്ടെന്ന് തീർക്കണം എന്നുള്ളത്. ചില ദിവസങ്ങളിൽ നമ്മൾ വല്ലാണ്ട് മടി പിടിച്ചിരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം വരില്ലേ. എന്താവശ്യം ഉണ്ടായിട്ടാണ് നമ്മൾ ഇങ്ങനെ മടി പിടിച്ച് വെറുതെ ഇരുന്ന് പണികളൊന്നും ചെയ്യാത്തതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ആ മടി എടുക്കൂല എന്ന് വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ ഞാൻ മനസ്സിലിങ്ങനെ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, രാവിലെ നേരത്തെ എണീക്കണം, പണികളൊക്കെ തീർക്കണം, മടി പിടിച്ചിരിക്കരുത് എന്നൊക്കെ ഞാൻ എന്നോട് തന്നെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും വലിയ മോട്ടിവേറ്റർ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മളോട് തന്നെ പറയണം, ഈ മാറിയില്ലെങ്കിൽ പിന്നെ ആരാ മാറുക, മാറണം, മാറ്റണം എന്നൊക്കെ നമ്മളോട് തന്നെ പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും ദോശ ഞാൻ അവിടെ ഓരോന്നായിട്ട് ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഇതാ ഞാനിവിടെ കിഴങ്ങൊന്ന് കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനാണ് കേട്ടോ. കുട്ടികൾക്കല്ല, അയനക്കുട്ടിക്ക് ബാലവാടിക്കും ഇവാക്ക് സ്കൂളിലേക്കും കൊണ്ടുപോകാനുള്ളത് തൊലിയൊക്കെ കളഞ്ഞങ്ങാണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മടിയില്ലാതെ പണിയെടുക്കാൻ പറ്റിയ എങ്ങനെയാണ് പെട്ടെന്ന് പണികൾ തീർക്കുക എന്നൊക്കെ ഉള്ളത് ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്നു. കാരണം മക്കൾ സ്കൂളിലേക്ക് പോകുന്നവരുണ്ടാകും, ജോലിക്ക് പോകുന്നവരുണ്ടാകും, അവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടും കേട്ടോ. അതുപോലെ തന്നെ മടി പിടിച്ചിങ്ങാണ്ട് എങ്ങനെ ഇപ്പോൾ ഇതൊന്ന് മാറ്റിയാന്ന് കരുതിയിരിക്കുന്നവരും ഉണ്ടാവും കേട്ടോ. ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്താ പറയുക, വീണ്ടും എന്താ പറയുക വന്നൂല്ലേ, ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. മടി പിടിച്ചിരിക്കുന്ന ടൈമിൽ നിങ്ങളെ വീഡിയോസ് എടുത്തുങ്ങാണ്ട് കാണാറുണ്ട്, ഇപ്പം മടിയൊക്കെ മാറി വരുന്നുണ്ട് എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളെ കണ്ടിട്ട് ഒരാൾ പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും എന്ത് ഇതാണ് ഇപ്പോൾ നമുക്കുള്ളത് എന്ന്. നമ്മൾ കാരണം ഒരാളുടെ മടി മാറി പണികളൊക്കെ എടുക്കാനൊക്കെ തുടങ്ങുക, മടിയൊക്കെ മാറി തുടങ്ങി എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു നെഗറ്റീവായിട്ടല്ലേ നമ്മളുടെ ഒരു നെഗറ്റീവായിട്ടല്ലേ നമ്മളുടെ മടി കാണുക. അപ്പോൾ അവരവരുടെ ഒരു നെഗറ്റീവായിട്ട് അവരുടെ മടി കണ്ട് ആ ഒരു നെഗറ്റീവ് നമ്മൾ കാരണം മാറി ഒക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ കേൾക്കുമ്പോൾ.
അപ്പോൾ എന്തായാലും കമൻ്റ് ഇട്ട ആൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നിങ്ങളങ്ങനെ പറയണം കേട്ടോ, എന്നാലല്ലേ എനിക്കറിയുള്ളൂ. അത് എനിക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു മോട്ടിവേഷൻ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ നിങ്ങളുടെ കമൻ്റാണ് എനിക്കുള്ള മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം ഞാൻ ഡെയിലി വീഡിയോസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഡെയിലി മോർണിംഗ് റൊട്ടീനും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, രാവിലെ മക്കളെ സ്കൂളിൽ പറഞ്ഞയക്കുമ്പോഴൊക്കെ നമ്മൾ എത്രത്തോളം ബിസി ആയിരിക്കുന്നു. അതിനിടയിൽ ക്യാമറയും കൂടെ കൊണ്ടു നടക്കുക എന്ന് പറയുമ്പോൾ ആലോചിച്ചൂടെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് കേട്ടോ മറന്നു പോകുന്നത്. അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇടുന്നതും. ഇനിയിപ്പോൾ ദോശയിലേക്കുള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനുള്ള വലിയുള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ടാക്കിങ്ങാണ്ട് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു തക്കാളിയും വലിയുള്ളിയായിരുന്നു ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, തക്കാളിയും വലിയുള്ളിയും. അതൊക്കെ ചട്ടിയിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 2 അല്ലി വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മസാല ബോക്സ് ഉണ്ടല്ലോ, അതിപ്പോഴും ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് ഇത്താ, എനിക്ക് വാങ്ങാനാണ്, അടിപൊളിയാണോ എന്നൊക്കെ. എനിക്ക് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ തോന്നിയിട്ടുള്ളത്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു കറി വെക്കാനോ ഒരു ഉപ്പേരി വെക്കാനോ ഒക്കെ നിൽക്കുമ്പോൾ ഓരോ ബോട്ടിലും തുറന്നെങ്ങാണ്ട് എടുക്കാനും മടിയുള്ളവർക്കൊക്കെ ഇതുപോലെ ഒറ്റ പാത്രം തുറന്നാൽ മതി. ഉപ്പ്, മഞ്ഞൾ, മുളക്, മല്ലി, ഇത്രയും സാധനങ്ങളാട്ടോ ഞാനതിലിട്ട് കൊടുക്കാറ്. ഇനിയിപ്പോൾ അതൊന്ന് വഴറ്റി ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചമ്മന്തിക്കുള്ളത്. ഇനി കിഴങ്ങ് മെഴുക്ക് വരട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിങ്ങാണ്ട് അത് ലോ ഫ്ലെയിമിലിട്ടിങ്ങാണ്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ഇട്ട കിഴങ്ങ് വേവുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോലെ വെന്ത് കിട്ടും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആവുകൊണ്ട് കുറച്ച് ഓയിൽ മതി കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെയിൽ എന്നല്ല, അല്ലാത്തതിലും കുറച്ച് ഓയിലിൽ ഇങ്ങനെ ചെറു തീയിലിട്ടുങ്ങാണ്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും കുക്കായി കിട്ടും. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കറുകത്ത് ഞാൻ അതിനിടയിൽ പോയിങ്ങാണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 6 മണി കഴിഞ്ഞിട്ടാണ് കിച്ചണിൽ കയറിയത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കിച്ചണിൽ കയറുകയെന്ന് പറയുന്നത് എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നീടാണ് കിച്ചണിൽ കയറി പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു 6:15 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. 10 മണിയായപ്പോഴേക്കും എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് അലക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ പണികളും തീർത്തായിട്ട് നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ഫ്രീ ടൈം കിട്ടും കേട്ടോ. ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്ന് ഒരുപാട് പേര് പറയുന്നുണ്ടാവും. വെറുതെയാണ്, ഇഷ്ടം പോലെ ടൈമുണ്ട്. ഒരു ദിവസം നമുക്ക് 24 മണിക്കൂറില്ലേ, 24 മണിക്കൂറും ചെയ്യേണ്ട പണികളൊന്നും ഒരു വീട്ടിൽ എന്തായാലും ഉണ്ടാകൂല. അതിലൊരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമുക്ക് ഫ്രീ ടൈം കിട്ടാതിരിക്കും. അതും കിട്ടണില്ല എന്ന് പറയുകയാണെങ്കിൽ അത് നമ്മൾ ടൈം മാനേജ്മെൻറ്റ് ചെയ്തെങ്ങാണ്ട് ജോലികൾ തീർക്കാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചെയ്ത് തുടങ്ങുമ്പോൾ സ്പീഡില്ല എന്നൊക്കെ പറയുന്നവർ ചെയ്ത് തുടങ്ങുമ്പോൾ എല്ലാത്തിനും സ്പീഡ് കിട്ടുന്നേ. നമുക്ക് വെറുതെ തോന്നുക സ്പീഡില്ല, എല്ലാവർക്കും സ്പീഡ് ഉണ്ടല്ലോ, ഓൽക്കൊക്കെ പണി വേഗം കഴിയുണ്ടല്ലോ, എൻ്റെ മാത്രം എന്താ കഴിയാത്തതെന്ന്. കുറച്ച് സ്പീഡ് കൂട്ടിങ്ങാണ്ട് നിങ്ങളും ചെയ്ത് ശീലമാകും. പക്ഷെ മടി എന്നുള്ള ഒരു കാര്യം മാത്രം മാറ്റി വെക്കണം. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യണം കേട്ടോ. അത് നാളേക്ക് മാറ്റി വെക്കുമ്പോഴാണ് മടി നമ്മളുടെ കൂടപ്പിറപ്പായിട്ട് നിൽക്കുക. അപ്പോൾ അങ്ങനെ അതിനിടയിൽ ഞാൻ ചമ്മന്തിക്കുള്ളതൊക്കെ അരച്ചെടുത്ത് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ കിഴങ്ങ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് റേഷൻ അരിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എങ്ങനെ വേവിക്കൽ എന്നുള്ളത് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. കുക്കറിൽ ഞാൻ അടച്ചു വെച്ച് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചിക്കല്ല, അല്ലാതെ ഞാൻ വേവിച്ചെടുത്തതാണ്. എന്നാൽ ഓവറായിട്ട് കുക്കാവില്ല, കറക്റ്റ് കുക്കായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് റേഷൻ അരി ചെയ്യാറ്. ഇനിയിപ്പോൾ ആ ഒരു കുക്കർ കഴുകിയിട്ട് തന്നെ അതിലേക്ക് പപ്പായ ഉണ്ടല്ലോ കറുകത്ത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള മുളകും ഉപ്പും വെള്ളം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്ത പാത്രം തന്നെ വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടാവില്ല കേട്ടോ. കുറച്ച് പാത്രം യൂസ് ചെയ്തെങ്ങാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ എന്തായാലും നടക്കൂല, എന്തായാലും പാത്രങ്ങൾ. എന്നാലും ഞാൻ മാക്സിമം എടുത്ത പാത്രം തന്നെ വീണ്ടും എടുക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് പാത്രം കഴുകാനൊക്കെ മടിയുള്ള ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും. ചിലവർക്കൊക്കെ ഏറ്റവും ഇഷ്ടമല്ലാതെ വെറുപ്പ് തോന്നിയ കാര്യം എന്ന് പറയുന്നത് ഈ പാത്രം കഴുകലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്ന് പറയുന്നത് ഇതുപോലെ എടുത്ത പാത്രം തന്നെ വീണ്ടും ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
എന്താ പറയുക, പാത്രം കഴുകാൻ ഒരുപാട് ഉണ്ടാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അതാ കുക്കർ ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചായ അടിക്കുകയാണ് കേട്ടോ. ചായ അടിക്കാൻ വേണ്ടിയിട്ട് ഇതാ ദോശയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇവ എൻ്റെ കൂടെ തന്നെ എണീച്ച് വന്നത് കാരണം ഓൾ അവിടെ ഇരുന്നെങ്ങാണ്ട് ചായയൊക്കെ നേരത്തെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ ചായ കുടിക്കുകയാണ്. അപ്പോൾ ദോശയും ചമ്മന്തിയും ഒക്കെ കൂട്ടിങ്ങാണ്ട് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതാ ചെറിയുള്ളി നമ്മളുടെ ഉപ്പേരി തൂമിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബാസ്ക്കറ്റ് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബാസ്ക്കറ്റും ഞാൻ മണ്ണാർക്കാടുള്ളൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 150 രൂപയാണ് എന്നാണ് എൻ്റെ ഒരു സംശയം കേട്ടോ. കാരണം വേറെയും ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചതുകൊണ്ട് ഇതിൻ്റെ റേറ്റ് കറക്റ്റ് എത്രയെന്നുള്ളത് എനിക്കറിയൂല. അത് കണ്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചതായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ അതാ പപ്പടം പൊരിച്ചെടുക്കുന്നത് പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുമ്പൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പപ്പട ചമ്മന്തി ഉണ്ടാക്കുന്നത്. അതിപ്പോഴല്ല കേട്ടോ, കുറച്ച് മുമ്പെയാണ്. ഇനി ഇതുവരെ ഉണ്ടാക്കാത്തവർക്കും കാണാത്തവർക്കും വേണ്ടി ഒന്നുകൂടെ കാണിക്കാൻ വിചാരിച്ചു കേട്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഇപ്പോഴത്തെ മോഡേൺ ഡിഷസ് അങ്ങനത്തെ ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നും നമ്മൾ വീഡിയോ കാണാൻ വരല്ലേ കേട്ടോ. അങ്ങനത്തെ ഒന്നൊക്കെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. ബിരിയാണി ആണെങ്കിലും മന്തി ആണെങ്കിലും അങ്ങനെയുള്ള റൈസിൻ്റെ റെസിപ്പീസ് ആയിക്കോട്ടെ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. വല്ലപ്പോഴും മീൻസ് വീക്കിലി ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആയിട്ട് കാക്കു വരാറ്. ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മളും ഉണ്ടാക്കാറ്. പിന്നെ ചിക്കൻ ഉണ്ടാകും, അതുകൊണ്ട് കറി അല്ലെങ്കിൽ ഫ്രൈ ഇതെന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ആക്കാറ്. അല്ലാണ്ട് സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കാറില്ല. നമ്മൾ ഈ നമ്മുടെ സാധാരണക്കാരുടെ ഭക്ഷണങ്ങളാണ് കേട്ടോ കാര്യമായിട്ടും നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവുക. നിങ്ങൾക്ക് എന്നും ഇതുപോലെ കാണുമ്പോൾ ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. കാരണം പല യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസിലും ഞാനും കാണുന്നതാണ് ഒരുപാട് സ്പെഷ്യൽ റെസിപ്പീസും ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണുന്നതാണ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ നമുക്കും അങ്ങനെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ വഴിയെ കാണിക്കാട്ടോ. എന്ന് എപ്പോഴൊന്നൊന്നും ചോദിക്കല്ലേ കേട്ടോ. ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്കും ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ കാണിക്കേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ അതാ ഞാൻ ആ എണ്ണയിലേക്കില്ലേ പപ്പടം പൊരിച്ച ആ എണ്ണയിലേക്ക് ചെറിയ ഉള്ളി വറ്റൽ മുളകും കറിവേപ്പില ഇട്ടുങ്ങാണ്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ആ ഒരു എണ്ണയിലേക്ക് അത് കോരി മാറ്റിയിട്ട് ആ ഒരു എണ്ണയിലേക്ക് ഞാൻ ഉപ്പേരി തൂമിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ വർത്തമാനത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനി അറിയൂല. പിന്നെ ഇനിയിപ്പോൾ അതാ ആ ഒരു നമ്മൾ വറുത്തെടുത്ത ചെറിയുള്ളി വറ്റൽമുളക് കറിവേപ്പില അതൊക്കെ ഞാൻ ഇടിക്കല്ലിൽ ഇട്ടിട്ട് ഇടിച്ചിങ്ങാണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നോ, ഇതൊക്കെ കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ, വെള്ളമൊന്നും ചേർക്കാണ്ട്. ഇനി ഇതാ ഈ ഒരു പപ്പടം 2-3 പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നു. ആ 3 പപ്പടം ഞാൻ അതിലിട്ട് കൈ വെച്ച് നന്നായി നിരടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാ ചോറിൻ്റെ നടുക്കൊക്കെ ഇട്ടിട്ടാണ് കുഴച്ച് തിന്നാണ്ടല്ലോ. ഒരു കഷ്ണം മീൻ പൊട്ടും കൂടെ അല്ലെങ്കിൽ നല്ലൊരു ഉപ്പേരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒന്നുമില്ലെങ്കിലും ഇത് മാത്രം കൂട്ടി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനിയിപ്പോൾ അതാ ഇവാൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് റെഡിയാക്കുകയാണ്. അപ്പോൾ ആ കിഴങ്ങ് മെഴുക്ക് പുരട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ പപ്പട ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കറുകത്തുപ്പേരിയിൽ കുറച്ച് എരിവുള്ള പോലെ എനിക്ക് തോന്നി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് രണ്ടും മതി, അത് വെക്കണ്ട. ഇനി അഥവാ എരിഞ്ഞാൽ പിന്നെ ചോറ് കഴിച്ചില്ലെങ്കിലോ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ബോക്സ് അടക്കാൻ നിന്നപ്പോൾ ചോറ് എത്ര ആക്കിക്കണു നോക്കാൻ വരികയാണ് കേട്ടോ. കുറച്ച് ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് അവിടെ സെറ്റാക്കിയിട്ട് ബാഗിൽ കൊണ്ടേക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഞാൻ ഇവാൻ്റെ തലേക്കൊന്ന് നല്ലപോലെ വാർന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുളിക്കാൻ പോകുന്നതിന് മുമ്പേ നല്ലപോലെ വാർന്നെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അല്ലേ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാലും അതൊക്കെ ആ ഒരു ചട്ടിയിലും ചെമ്പട്ടിയിലും കുടുക്കിയിലും ഒക്കെ ഒന്ന് വെക്കാതെ ഇതുപോലെ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ കിച്ചണിൽ പരന്ന പോലെ തോന്നൂല കേട്ടോ. അപ്പോൾ അതിലതാ ഒന്നിൽ കിഴങ്ങ്, ഒന്നിൽ പപ്പായ, അതുപോലെ ഒന്നിൽ പപ്പട ചമ്മന്തി, പിന്നെ അതാ രാവിലത്തെ കറിയാണ്. അയാനക്കുട്ടി എണീച്ചിട്ടില്ല കേട്ടോ. ഓള് കൂടെ എണീച്ചിട്ട് ഓളെ ചാടി കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള കറി ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കുള്ളൂ. അപ്പോൾ അതും ഞാൻ അവിടെ ചട്ടിയിൽ നിന്നൊക്കെ ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കൗണ്ടർ ടോപ്പിൽ നമുക്ക് അപ്പം പാത്രം കഴുകാൻ രാവിലെ മക്കൾ പോകുന്ന ടൈം കിട്ടിയില്ലെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്നോ, ഗ്യാപ്പിൽ പാത്രം കഴുകുക കേട്ടോ. എന്നാൽ ഒരുപാട് ഇതുപോലെ കുന്നുകൂടിയിട്ട് തോന്നൂല. ഇനി അല്ല അപ്പോൾ പാത്രം കഴുകാൻ തീരെ ടൈം അപ്പോൾ കിട്ടൂല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കൗണ്ടർ ടോപ്പും വന്ന് അതായത് വീതനം വന്ന് എല്ലാ പാത്രങ്ങളും എടുത്ത് സിങ്കിൽ കൊടുന്നിടുക. എന്നാൽ വീതനമേ നമ്മൾ നോക്കുമ്പോൾ ഒന്നായിട്ട് പരന്ന്
കടക്കൂല. പെട്ടെന്ന് ഒരാൾ വന്നു കഴിഞ്ഞാലും വീതന ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി ഇടുക കേട്ടോ. പാത്രം മുഴുവൻ സിങ്കിൽ കൊടുന്നിട്ടിട്ട് വീതന അങ്ങോട്ട് തുടച്ചിടുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അപ്പോൾ പാത്രം കഴുകുക. അതേതിട്ട് രാവിലത്തെ പാത്രം രാത്രി കഴുകണം എന്നല്ല കേട്ടോ പറയുന്നത്. മക്കളൊക്കെ പോയിട്ട് പിന്നെ സാവധാനത്തിൽ എന്ത് ചെയ്യുക, പാത്രമൊക്കെ കഴുകി ഇതുപോലെ വീതനയൊക്കെ തുടച്ച് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. എന്നും ഒന്ന് കൈയോടിച്ചിങ്ങാണ്ട് എല്ലായിടും ഒന്ന് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഇന്നിപ്പോൾ വടിക്കിനി നേരാക്കാണ്ടല്ലോ മൊത്തത്തിൽ എന്നുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഗ്യാസും കാര്യങ്ങളും ഒക്കെ ഡെയിലി ഒന്ന് സോപ്പിട്ടിട്ട് ഇതാക്കിയിട്ട് കഴുകണം എന്നൊന്നുമില്ല. അത് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താലും മതി. നല്ല പോലെ ഒന്ന് തുടച്ച് ആ ഒരു കുക്കിംഗ് കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഇനിയിപ്പോൾ നമുക്ക് രാത്രിക്കെല്ലാം എന്തെങ്കിലുമൊക്കെ വെക്കാനോ പിടിക്കാനോ ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടാവുള്ളൂ, അല്ലാതെ ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഗ്യാസിൻ്റെ ആ ഒരു ടൈലും പിന്നെ ഗ്യാസിൻ്റെ ടൈലല്ല, ഗ്യാസിൻ്റെ ബാക്കിലുള്ള ആ ഒരു ടൈലും കാര്യങ്ങളും എന്തായാലും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തെറിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഓരോ സാധനങ്ങൾ ഇതുപോലെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുങ്ങാണ്ട് ഒന്ന് കൈയോടിച്ച് കഴിഞ്ഞാൽ അതൊന്നും അവിടെ ഇരുന്നങ്ങാണ്ട് അതിൻ്റെ ഇടയിൽ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല. ഇടയ്ക്കൊന്ന് എടുത്തുങ്ങാണ്ട് ഒന്ന് പൊക്കിതാക്കിങ്ങാണ്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കുക കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് രാവിലെ ക്ലീനിങ്ങും മക്കൾ പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാതും തീർക്കാൻ പറ്റും. അടിക്കലും തുടക്കലും എല്ലാതും തീർക്കാൻ പറ്റും കേട്ടോ. ഇന്ന് മൊത്തം പടിയും എൻ്റെ 10 മണിയായപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ തന്നെ വിചാരിക്കണം കേട്ടോ, ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഞാൻ വേറൊരു തുണി വെച്ചിട്ട്, ഇത് ഇന്നലെ സോഫ തുടച്ച തുണിയല്ലേന്നൊന്നും ഇനി വിചാരിക്കണ്ട കേട്ടോ. അത് അയാനക്കുട്ടിൻ്റെ ഒരു ഉടുപ്പായിരുന്നു. അതിൻ്റെ ഒരു ഭാഗം കൊണ്ട് ഞാൻ സോഫയും തുടക്കും, ഒരു ഭാഗം കൊണ്ട് ഞാനിതാ ഈ ഒരു വാൾട്ടയിലും അതുപോലെ ആ ഒരു കബോർഡിൻ്റെ അടപ്പും കാര്യങ്ങളൊക്കെ തുടച്ചെടുക്കും കേട്ടോ. ഇനിയിപ്പോൾ കട്ടിലിൻ്റെ അടിയിൽ കൂടി ഒക്കെ പോയി ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. മാറാലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തടിയില്ലാത്തതുകൊണ്ട് പിന്നെ ഏത് ഗ്യാപ്പിൽ വേണമെങ്കിലും കൊള്ളു കേട്ടോ. പിന്നെ അതുകൊണ്ട് അതിൽ കൂടിയൊക്കെ പോയിങ്ങാണ്ട് അവിടുത്തെ മാറാലയും കാര്യങ്ങളൊക്കെ അടിച്ച് വാരി എടുത്തിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് എല്ലായിടും ഒന്ന് അടിച്ചു വാരി എടുക്കാമെന്ന് കേട്ടോ. അപ്പോൾ ഇവ മാറ്റി റെഡിയായി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയാനക്കുട്ടി എണീറ്റിട്ടില്ല കേട്ടോ ഈ ഒരു ടൈമിലൊന്നും. സോഫയ്ക്ക് എത്തിക്കണം കേട്ടോ. ബെഡിൽ നിന്ന് എണീച്ചിങ്ങാണ്ട് സോഫയ്ക്ക് എത്തിയിട്ടുണ്ട്. സോഫയിൽ വീണ്ടും കിടന്നുറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. അത് ഞാനാണെങ്കിലും മക്കളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഞാനും രാവിലെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കരിക്കാൻ നീക്കുമ്പോൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ സോഫയിലൊന്ന് വന്ന് കിടന്നുറങ്ങും കേട്ടോ. അത് മക്കളും അങ്ങനെ തന്നെയാണ്. അഥവാ അവർ ബെഡിൽ നിന്ന് ഉണർന്നിക്കുകയാണെങ്കിൽ വീണ്ടും സോഫയിലൊന്ന് വന്ന് കിടക്കും. ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ളത് തന്നെ ആയിരിക്കും അല്ലേ ഈ സോഫയിൽ വന്നിട്ടുള്ള കിടത്തം. അതൊരു സുഖമുള്ള കിടത്താണെന്ന് പറയില്ലേ. ഇനിയിപ്പോൾ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു ടൈം അയാനക്കുട്ടി എണീച്ചിട്ടുണ്ട്. രണ്ടാളെ ഞാൻ സിറ്റ് ഔട്ടൊക്കെ ആക്കിയിരിക്കുകയാണ് കേട്ടോ. മക്കൾ പോകുന്നതിന് മുമ്പ് തുടച്ച് കഴിഞ്ഞാൽ ഓലയിൽ കൂടി നടന്നുങ്ങാണ്ട് തുടച്ചിട്ടൊരു കാര്യം ഉണ്ടാവുമോ എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. ഒതുങ്ങിക്കണ മക്കളാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അടിച്ചു വാരിയിടുക. അവർ പോയി കഴിഞ്ഞിട്ട് തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കാറ്റല്ലേ, തുടച്ച് ഫാൻ ഇട്ട് കഴിഞ്ഞാൽ അതാന്ന് പറയുമ്പോഴേക്കിന് അത് ഉണങ്ങി കിട്ടും. നമ്മൾ തുടപ്പെടുക്കണതിൻ്റെ ഒപ്പം തന്നെ ഫാൻ ഇട്ടുങ്ങാണ്ട് പിന്നെ പുറത്തും അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും കാര്യങ്ങളും ചെയ്യും. അതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇപ്പോൾ തോന്നില്ല. തുടച്ചെടുത്ത് മക്കൾ ചവിട്ടി നടക്കൂലേ എന്നുള്ളതൊന്നും. അതിനുള്ള ടൈമൊന്നും വെള്ളം നിലത്ത് നിൽക്കൂല. ഇനിയിപ്പോൾ അടുക്കളയൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി അപ്പോഴേക്കും ഇവാൻ്റെ വണ്ടി ഹോണടിക്കുന്നുണ്ടായിരുന്നു, വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു രണ്ടുപേരും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവാനെ നിന്ന് വിളിക്കുകയാണ് കേട്ടോ. അയാനക്കുട്ടി ഓളുമ്പാട് അവിടെ അപ്പുറത്ത് എന്തോ നോക്കിങ്ങാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ടുണ്ട്. ആദ്യമൊന്നും നമുക്ക് വീട്ടിലേക്ക് ഇങ്ങോട്ട് വണ്ടി വരില്ലായിരുന്നു കേട്ടോ. നമുക്ക് മെയിൻ റോഡിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി ആക്കേണ്ടിയിരുന്നു. അത് വലിയൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ. രാവിലെയും വൈകുന്നേരം കൊണ്ടുവരും കൊണ്ടാക്കുകയൊക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ അയാനക്കുട്ടി അതിനിടയിൽ ട്രൗസർ ഇടാതെയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ വേഗം ട്രൗസർ ഇടാൻ കയറിക്കാണ് കേട്ടോ വണ്ടി വന്നപ്പോൾ. അപ്പോൾ അങ്ങനെ ഇവാന് പോയിട്ടില്ല, ഒരു കുട്ടിയും കൂടെ വരാനുണ്ട്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ്. ഓള് അവന് വരുന്നുണ്ടോ നോക്കിങ്ങാണ്ട് റോട്ടിൽ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഉമ്മർത്ത് സിറ്റ് ഔട്ട് തുടച്ചപ്പോൾ ഞാൻ ആ ഒരു ചവിട്ടിയും കാര്യങ്ങളും എടുത്തുങ്ങാണ്ട്
മേലേക്ക് കയറ്റി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി പുറത്ത് വിരിച്ചിടുകയാണ്. അവിടെയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലുണ്ട് കാറ്റുണ്ട്. പിന്നെ ഉണങ്ങാൻ വേറെ എവിടേക്കെങ്കിലും പോകണോ അറിയില്ലേ. അപ്പോൾ അതും അവിടെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അയാനക്കുട്ടീനെ ബ്രഷ് ചെയ്തിട്ടും ചായ എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇനി നിൽക്കണം. ഇപ്പോൾ അത്യാവശ്യം എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ ഓൾക്കുള്ള ചായയും കൂടിയും കൊടുക്കുകയെന്ന് കേട്ടോ. അപ്പോൾ ഒരു ദോശ ഓൾക്ക് എടുത്തിട്ടുള്ളൂ. ആ ഒരു ദോശ കഴിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഞാനൊരു 6 ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ 2 ഇവ കഴിച്ചു, 2 ഞാൻ കഴിച്ചു, 1 ഇതാ ഓൾക്കും കൊടുക്കുകയെന്ന് കേട്ടോ. പിന്നെ എന്താ പറയുക, ഓൾക്കുള്ള ചായയൊക്കെ കൊടുത്തിട്ട് ഇനി എനിക്ക് ബാത്റൂം ഒന്ന് കഴുകാനുണ്ട്, പിന്നെ തുണി മെഷീനിൽ ഇടാനുണ്ട്, പിന്നെ കുളിച്ചിട്ട് അയാനക്കുട്ടീനെ ബാലവാടിക്ക് കൊണ്ടുപോയി ആക്കും വേണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. കമൻ്റ് എന്തായാലും ആക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ആ ബാത്റൂം കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഹാർപ്പിക്കാണ് കേട്ടോ ഉപയോഗിക്കാറ് ക്ലോസറ്റ് കഴുകാൻ വേണ്ടിയിട്ട്. അത് നല്ല പോലെ ഒന്ന് ഉരച്ചെടുത്തിട്ട് കഴുകുന്നുണ്ട്. 2 ബാത്റൂമും ഒരു ദിവസം കഴുകൂല കേട്ടോ. ഇന്ന് ഒരു ബാത്റൂം കഴുകുകയാണെങ്കിൽ ഒരു ബാത്റൂം നാളെയാണ് കേട്ടോ കഴുകുക. ഒക്കെ കൂടെ നമുക്കൊരു ദിവസം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയില്ലേ, അതുപോലെ കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ആ ഒരു ക്ലോസറ്റിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ചകിരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല പോലെ നമ്മുടെ സബീനപ്പൊടി എന്ന് പറയില്ലേ, ആ ഒരു പൊടി വെച്ചിങ്ങാണ്ടാണ് കേട്ടോ തേച്ചുരതി എടുക്കുന്നത്. നല്ല പോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ ആ ഒരു പൊടി യൂസ് ചെയ്യുമ്പോൾ. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് തുടച്ചെന്ന് പറയുന്നത് ഉരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടും നല്ല പോലെ ഉരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അത് വെള്ളം പാർന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കും കേട്ടോ. ബാത്റൂമാണെന്നുണ്ടെങ്കിലും നല്ല പോലെ ക്ലീനായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ആ ഒരു കഴുകി ക്ലീനായിട്ട് കിടക്കുന്ന ആ ഒരു ടൈമിൽ നല്ല വൃത്തിയായിക്കാറ് കേട്ടോ. പിന്നെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, അത്യാവശ്യം നല്ല സ്മെല്ലുള്ള സോപ്പാണ് കേട്ടോ കുളി റൂമിൽ ഉപയോഗിക്കുക. എന്നെന്താ അറിയോ, നമ്മൾ കുളി കഴിഞ്ഞ് പോരുമ്പോൾ ആ ഒരു സോപ്പിൻ്റെ സ്മെല്ല് നല്ല പോലെ ബാത്റൂമിൽ ഉണ്ടാകും. നമ്മൾ കുളി കഴിഞ്ഞ് പോരുന്ന ടൈമിൽ അത് അത്യാവശ്യം നല്ല നേരം തന്നെ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുമെന്ന് പറയില്ലേ, അങ്ങനെ നിൽക്കും കേട്ടോ. ആ ഒരു കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നല്ല ഈ സന്തൂർ അതിനൊക്കെ നല്ല സ്മെല്ലല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കുളി കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാലും ആ ഒരു കുളിമുറിക്ക് നമ്മളുടെ ഈ വാർപ്പ് വീടുകളിലുള്ള ഈ ഉള്ളിലുള്ള ഈ കുളി റൂമുകൾക്കൊക്കെ അടച്ചിട്ടിട്ടൊരു മണം ഉണ്ടാകും. നമ്മൾ ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അടച്ചിട്ടിട്ടൊരു മണം ഉണ്ടാകും. ആ ഒരു മണം പോകാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ല മണമുള്ള കുളി സോപ്പൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ കുളി കഴിഞ്ഞ് പോരുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു ബാത്റൂമിൽ ആ ഒരു സന്തൂറിൻ്റെ ഇതിൻ്റെയൊക്കെ മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ആ ബാത്റൂം ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ ഞാൻ ഉരച്ച് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ മുകളിൽ തുണി മെഷീനിലിടാൻ വേണ്ടിയിട്ട് കയറിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോ പണികളും നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് അയാനക്കുട്ടിയും കൂടിയും പോയപ്പോൾ എനിക്ക് അവൾ വരുന്നത് വരെ ഫുൾ ടൈം ഞാൻ വെറുതെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാണിച്ചത് തന്നെയാണ് കേട്ടോ തറവാട്. കഴിഞ്ഞൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ കുളിയും അയാനക്കുട്ടിയുടെ കുളിയും കഴിഞ്ഞ് ബാക്കി ഒരു ദോശ ഉണ്ടാകുന്നില്ലേ, അത് കഴിക്കാനിരുന്നിക്കാണ്. ടൈം കണ്ടോ, 9:45. ഇത്രയും ടൈം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അയാനക്കുട്ടീനെയും കൊണ്ടാക്കിയതാ ഞാനിനി തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഉപകാരപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് താഴെ കമൻ്റായിട്ട് അറിയിക്കുക. ഇനി ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ, എങ്ങനത്തെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.